എങ്ങനെയാണ് പെയ്ഡ് പ്രൊമോഷൻ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നത്? അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത്? ഇത് ചെയ്യുന്നത് നോർമലായിട്ടുള്ള എല്ലാ യൂസേഴ്സും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന് നോക്കി ഓരോ യൂസേഴ്സിനും ഓരോ പ്രയോറിറ്റി ലിസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഓരോ വ്യക്തികളും എത്ര ശതമാനം ഓരോ ടൈപ്പ് കണ്ടന്റ് വ്യൂ ചെയ്യുന്നു, ഓരോ ടൈപ്പ് പേജസ് വ്യൂ ചെയ്യുന്നു എന്ന് നോക്കി ഓരോ യൂസേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിന് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു യൂസർ ആണെങ്കിൽ അയാൾ സ്പോർട്സ് റിലേറ്റഡ് കണ്ടന്റുകൾ കൂടുതൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള കണ്ടന്റുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അയാൾക്ക് കൊടുത്തുകൊണ്ടുമിരിക്കും. ഇതേസമയം അയാൾ കുറച്ച് എഡ്യൂക്കേഷൻ കണ്ടന്റോ ഹെൽത്ത് കണ്ടന്റോ നോക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അല്ല, ഈ എല്ലാ കണ്ടന്റുകളും അയാൾ മാറി മാറി ചെക്ക് ചെയ്യുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന് ഒരു 3 തവണ സോഷ്യൽ മീഡിയയിൽ സ്പോർട്സ് അയാൾ സെർച്ച് ചെയ്താൽ വീണ്ടും ഒരു 3 തവണ അയാൾ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു. വീണ്ടും ഒരു 3 തവണ അയാൾ സെർച്ച് ചെയ്യുന്നത്, അയാൾ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള വ്യക്തിയാണെങ്കിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എന്താണ്? 30% ഈച്ച് ആണ്. 30+30+30. റിമെയിൻ വരുന്ന 10% അതർ ആക്ടിവിറ്റീസ് എന്ന് കരുതുക. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കും. ഇതുപോലെ ഓരോ യൂസേഴ്സിനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പ്രയോറിറ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത പ്രയോറിറ്റി ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ രീതിയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് യൂസേഴ്സിനാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കേണ്ടത്, ഏത് യൂസേഴ്സിന് ഇത് എത്തിച്ചാൽ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റിന് വാല്യൂ ഉണ്ടാകുമെന്നും നിങ്ങൾക്ക് ബിസിനസ് നടക്കുമെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അറിയാൻ സാധിക്കും. അങ്ങനെ ഓരോ യൂസേഴ്സിൻ്റെയും പ്രയോറിറ്റി അനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ അവർക്ക് വരുന്നു.